ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പരിപാടി നമ്മൾ ഈ ഒരു ടാങ്ക് ക്ലീൻ ആക്കാൻ പോകണം. നമ്മൾ ഏകദേശം ഒരു 2 മാസം മുമ്പെയാണ് ഈ ഒരു ടാങ്ക് ഇവിടെ സെറ്റപ്പ് ചെയ്യുന്നത്. ഈ കാണുന്ന 3 ടാങ്കിലായിട്ട് നമ്മൾ 3 ടൈപ്പ് മീനാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നമ്മുടെ മീനെല്ലാം ഉണ്ടോ, അതിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണ് നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. വെള്ളത്തിൽ നല്ലപോലെ തന്നെ ആൽഗെ ഫോം ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ ഈ വെള്ളം മാറ്റിയിട്ട് 4 ആഴ്ചത്തോളം ആവുന്നു. നമ്മൾ വെള്ളം ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഒരു 40% വെള്ളം മാത്രമേ കളയത്തുള്ളൂ. അതിൽ നിന്ന് വേസ്റ്റ് കളക്ട് ചെയ്ത് കളയുന്നതിൻ്റെ കൂടെ 40% വെള്ളം ഈ ടാങ്കിൽ നിന്ന് പോകും. അത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ അതിൽ കൂടുതൽ വെള്ളം കളയാനാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത ഈ ഒരു ജനുവരി അവസാനത്തോടെ വേനലാവുമായിരിക്കും. അപ്പോഴത്തേക്കും നമുക്കിവിടെ വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പം അതിൻ്റെ രീതിയിലാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ അടുത്ത മാസം അവസാനത്തോടെ ഈ ഒരു 3 ടാങ്കിൽ നമ്മൾ ഫിൽറ്റർ സിസ്റ്റം സെറ്റ് ചെയ്യുന്നതായിരിക്കും. അല്ലാതെ നമ്മൾ ഇതിനെ സേഫായിട്ട് അടുത്ത ജൂൺ വരെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്നതിൻ്റെ കൂട്ട് തന്നെ നമ്മൾ ഈ ചെറിയ ഓസ് ഉപയോഗിച്ച് ഇതിനകത്ത് വേസ്റ്റ് എല്ലാം ഇങ്ങനെ അടിച്ച് വെള്ളോട്ടം കളയുവാണ്. വെള്ളം മാറിയപ്പോൾ നമ്മൾ ഇട്ടേക്കുന്ന മീൻ ഏറെക്കുറെ എല്ലാം ഉണ്ട്. നമ്മളൊരു കറക്റ്റ് അളവിലാണ് മീനെ ഇട്ടത്. ഒരു 9ഓളം ഏഞ്ചൽ ഫിഷിനെയും 5 ഗോൾഡ് ഫിഷിനെയാണ് ഇതിനകത്ത് നമ്മൾ ആദ്യമേ ഇട്ടിരുന്നത്. അതിൽ നമുക്ക് ഒരു ഗോൾഡ് ഫിഷ് മിസ്സായിട്ടുണ്ട്. മിക്കവാറും പൊന്മാൻ അടിച്ചുകൊണ്ട് പോകാനാണ് ചാൻസ്. അതിൻ്റെ ഒരു സാന്നിധ്യം ഈ ഏരിയയിൽ എപ്പോഴും കാണുന്നതാണ്. ഇതിൻ്റെ മേലിൽ ഓട് വെക്കാനുള്ള മെയിൻ കാരണം ഒന്ന് അധികം വെയിലടിക്കാതിരിക്കാനും പിന്നെ ഇതേപോലുള്ള പക്ഷികളുടെ കയ്യിൽ നിന്ന് മാറി സേഫാക്കി വെക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓട് വെച്ചേക്കുന്നത്. കിട്ടിയ ഒരു ചെറിയ ഗ്യാപ്പിൽ കൂടെ അവന്മാർ ഇതിനെ അടിച്ചുകൊണ്ട് പോയി. നമ്മൾ ഒരു ടാങ്ക് ക്ലീനാക്കി മീനെല്ലാം ഉണ്ടോ എന്ന് നോക്കി ചെക്ക് ചെയ്തിട്ട് അപ്പം തന്നെ നമ്മൾ ഫില്ല് ചെയ്യുകയാണ്. ഈ ടാങ്കിൻ്റെ സൈസ് വെച്ച് ഇതിനകത്ത് ഇതിൽ കൂടുതൽ മീനേ കൊള്ളൂ. നമ്മളിതിനകത്ത് കുറച്ച് മീനെ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതുപോലെയാണ് നമ്മൾ എല്ലാ ടാങ്കിലും ചെയ്തേക്കുന്നത്. നമ്മൾ കുറച്ച് മീനെ മാത്രമാണ് എല്ലാ ടാങ്കിലും ഇട്ടേക്കുന്നത്. നമ്മൾ ഇഷ്ടപ്പെട്ട് കളക്ട് ചെയ്ത മീനെ മാത്രമേ നമ്മൾ ഓരോ ടാങ്കിലും ഇടുന്നുള്ളൂ. ഈ കാണുന്നത് ഒരു കിടിലൻ പ്ലാന്റാണ്. നമ്മളൊരു ഫ്ലവർ ഷോപ്പിൽ കയറിയപ്പോൾ ഇഷ്ടപ്പെട്ട് മേടിച്ചാണ് ഈ ഐറ്റം. നമ്മൾ ഇതുവരെയായിട്ട് ഇതിനകത്ത് പ്ലാന്റ് ചെയ്തിട്ടില്ല. നമ്മൾ മേടിച്ച് അതേപോലെ തന്നെ ഇതിനകത്ത് ഇടയ്ക്ക് വെച്ചിട്ടേ ഉള്ളൂ. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ മീനിൻ്റെ കുഞ്ഞുങ്ങൾ കയറിയിരിക്കാൻ നല്ല സ്ഥലമുണ്ട്. വലിയ മീനൊന്നും ഇതിൻ്റെ ഇടയിലൂടെ കയറാനേ പറ്റത്തില്ല. ഇതേപോലെ ആക്റ്റീവായിട്ട് ടാങ്കോ പോണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം മസ്റ്റാണ് കേട്ടോ. കിടിലം ചെടിയാണ്. ഈ ഒരു ടാങ്കിലോട്ട് വരുവാണെങ്കിൽ ഇതിനകത്ത് നമ്മൾ കുറച്ച് പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് ഇട്ടേക്കുന്നത് ഗപ്പിയും പ്ലേറ്റിയാണ്. അപ്പോൾ ഇതിനകത്ത് ഇഷ്ടംപോലെ മീനിൻ്റെ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അതിന് കയറി ഇരിക്കാനൊക്കെയാണ് ഈ ഒരു ഫുൾ സെറ്റപ്പ് നമ്മൾ ചെയ്തേക്കുന്നത്. നമ്മൾ വെച്ചേക്കുന്ന ചെടി അത് ഈ കാണുന്നത് റെഡ് കബോംബയാണ്. അതുപോലെ തന്നെ ആമസോൺ സോഡൊക്കെ നമ്മൾ അതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് കിളിക്കുമല്ലോ നമുക്ക് കറക്റ്റ് ഉറപ്പില്ലായിരുന്നു. പക്ഷേ റെഡ് കബോംബ കിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ആമ്പലൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. അതൊക്കെ കിളിച്ച് വരുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതിനകത്ത് നിറച്ച് കുഞ്ഞുങ്ങളാണ്. ഇതിനകത്ത് നമ്മൾ സാധാ ഗപ്പീസ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൈബ്രിഡും കിടപ്പുണ്ട്. നമ്മൾ സെയിലിന് ഉദ്ദേശമൊന്നും അല്ല ചെയ്തേക്കുന്നത്. നമ്മുടെ ഒരു ഇഷ്ടത്തിൻ്റെ പേരിലാണ് നമ്മളിത് ചെയ്യുന്നത്. അതുകൊണ്ട് മിക്സഡ് ആയിപ്പോലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. 3ാമത്തെ ടാങ്കിലോട്ട് വരുവാണെങ്കിൽ ഇതിനകത്ത് ഓസ്കാറാണ് കിടക്കുന്നത്. ഇവന്മാർക്ക് മറ്റുള്ള മീനിൻ്റെ കൂട്ട് വേസ്റ്റ് ഇല്ല. ഒരുമാതിരി എന്താ പറയുക, ഇവന്മാർക്ക് നമ്മൾ ലൈവ് ഫുഡാണ് കൊടുക്കുന്നത്. അപ്പോൾ അതേപോലുള്ള വേസ്റ്റാണ് ഇതിനകത്ത് കിടക്കുന്നത്. അതുകൊണ്ട് അതേപോലെ അഴുക്കാകത്തില്ല. ആൽഗേസും അതേപോലെ ഫോം ആയിട്ടില്ല. പിന്നെ ഇതിനകത്ത് കരിയിലും കാര്യങ്ങളൊക്കെ വീണ് കുറച്ച് ഒന്ന് ഇതായിട്ടുണ്ട്. അതൊക്കെ നമ്മളൊന്ന് കളക്ട് ചെയ്ത് മാറ്റുവാണ്. നമ്മൾ ഈ ടാങ്കിൽ 2 പീസ് ഓസ്കാർ മാത്രമാണ് ഇട്ടേക്കുന്നത്. അതിന് കാരണം നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഈ ഒരു ഐറ്റം കിട്ടാനില്ല. നമ്മൾ അന്ന് മേടിച്ചൊരു സമയത്ത് ഈ ഒരു ഒറ്റ പീസിന് ചിലവായിരിക്കുന്നത് 90 രൂപയാണ്. ഇപ്പോൾ ഈ ഒരു സൈസ് നമ്മൾ ഇതിനെ മേടിക്കാൻ പോവുകയാണെങ്കിൽ നമുക്ക് 450 രൂപയോളം വില വരുന്നുണ്ട്. ഇത്രയ്ക്ക് ഡിമാൻഡുള്ള ഐറ്റമാണിത്. നടുക്കത്തെ ടാങ്കിൽ നമ്മൾ അതേപോലെ വെള്ളം ക്ലീൻ ആക്കുന്നില്ല. മീനൊന്നും പോകാത്ത രീതിയിൽ നമ്മളവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. എന്നിട്ട് ഇതിനകത്ത് പാതി കൂടുതൽ വെള്ളം നമ്മൾ ക്ലിയർ ചെയ്ത് കളയണം. പിന്നെ ഇതിനകത്ത് ബാക്കി ഇരിക്കുന്ന പ്ലാന്റൊക്കെ നമ്മൾ ആറ്റിൽ നിന്ന് കളക്ട് ചെയ്തതാണ്. ഇതിൻ്റെ ഇല എളുപ്പം അഴുകുന്നുണ്ട് കേട്ടോ. മറ്റുള്ള പ്ലാന്റ്സിനെ അപേക്ഷിച്ച് ഇതിൻ്റെ ഇല എളുപ്പം അഴുകുന്നുണ്ട്. അതുപോലെ തന്നെ എളുപ്പം കിളിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ അതിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. അല്ലെങ്കിൽ അമോണിയ വെള്ളത്തിൽ ഭയങ്കരമായിട്ട് കൂടും. അതുകൊണ്ട് അങ്ങനെയുള്ള പ്ലാന്റ് സെറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കണം. അതേപോലെ ബെനിഫിഷ്യൽ ബാക്ടീരിയ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ അങ്ങനത്തെ അവസ്ഥ അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ ഇതിനകത്ത് ഫുള്ള് വെള്ളം ഫില്ല് ചെയ്തിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞ് മീനിൻ്റെ സ്ട്രെസ് ഒന്ന് മാറിയിട്ട് ഇതിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. വെള്ളമൊക്കെ മാറി ഇതിനകത്ത് ആൽഗേസൊക്കെ പോയപ്പോൾ മീനെ കിടുവായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇതിനകത്ത് ഏറ്റവും എടുത്തറിയാൻ പറ്റുന്നത് ഗോൾഡ് ഫിഷിനാണ്. പക്ഷേ എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏഞ്ചൽ ഫിഷിനാണ്. അതിൻ്റെ ഫ്രണ്ടിലോട്ട് ബാക്കിലോട്ട് പോകുന്ന ആ മൂവ്മെൻറ്റ് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. ഈ മീൻ നമ്മൾ മേടിച്ചപ്പോൾ തൊട്ടേ നമ്മൾ ഈ ഒരു ടൈപ്പ് ഫ്ലേക്സ് ആണ് ഇതിന് കൊടുക്കുന്നത്. അപ്പോൾ ഇത് അതിനേക്കാളും നല്ല ഡബിളായിട്ട് വളർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തീറ്റി മാറേണ്ട ടൈമായി. ഏഞ്ചൽ ഫിഷിനെയും ഗോൾഡ് ഫിഷിനെയും കൂടെ മിക്സായിട്ട് ഇട്ടിട്ട് ഇതിലായിട്ട് ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. സാധാരണ ഈ ഏഞ്ചൽ ഫിഷ് മറ്റുള്ള മീനിൻ്റെയൊക്കെ വാല് കഴിക്കുമെന്നാണ് പറയുന്നത്. ഇതായിട്ട് ഇതിനകത്ത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇത് നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. ഈ ടാങ്ക് കിടക്കുന്ന പ്ലേറ്റിയും ഗപ്പി ഇതേ ഫുഡ് തന്നെയാണ് കഴിക്കുന്നത്. ഫ്ലേക്സ് ആയതുകൊണ്ട് നമുക്ക് ഇച്ചിരി പൊടിച്ചൊക്കെ ഇടാൻ പറ്റും. പൊടി കുഞ്ഞുങ്ങൾക്കും കഴിക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ നോക്കിയപ്പം അതും കഴിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇതിൽ കുറച്ച് മോളി ഫിഷിനെ കൂടെ ആഡ് ചെയ്താൽ എന്താണെന്ന് നമുക്കൊരു ആലോചന ഉണ്ടായിരുന്നു. പക്ഷേ അതിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒന്നും കുഞ്ഞുങ്ങളെ കിട്ടത്തില്ല. മോളി ഇമാരുടെ എല്ലാം കുഞ്ഞുങ്ങളെ കഴിക്കും. ഇപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോയിൽ നമ്മൾ ഇത്രയൊക്കെ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. നമ്മൾ കാണിച്ചതും ചെയ്തതെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.